ഇത് നടക്കൂല ഇത്തോ ഇത് നടക്കൂല. എന്ത് ഇതിന്റെ പരിപാടി നടക്കൂല. ഇത് എന്ത് നടക്കൂല. പരിപാടി? എന്ത് ഞാൻ രാവിലെ എന്റെ കീശിൽ നിന്ന് എടുത്ത് 5000 എടുക്ക്. പിന്നെ ഞാൻ എനിക്ക് അയച്ചു തന്ന പൈസ കംപ്ലീറ്റ് എനിക്ക് തിരിച്ചു എടുക്കണം. എനിക്ക് ഇങ്ങനെ കാല് പിടിച്ചിട്ട് ഓരോ കാര്യത്തിനും നിൽക്കാവില്ല. ഇതെന്താ ഇത്? എല്ലാ കാര്യത്തിനും കാലിങ്ങനെ പിടിക്കണം പൈസക്ക്. എന്തെന്നാ പറഞ്ഞ? എടോ എനിക്ക് നടക്കൂല. എനിക്കത് ചെവി കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ടില്ലേ? ഇല്ല, ഒന്നുകൂടി പറഞ്ഞ എന്തെന്നാ? എനിക്ക് ഇന്റെ അടുത്ത് ഇങ്ങനെ പൈസ കിരക്കാൻ എനിക്ക് ആവൂല. അത് ശരി, നിങ്ങക്ക് പൈസ കിടക്കാനാവൂല അല്ലേ? എന്താ അപ്പൊ എന്റെ കാര്യമോ പ്രജീഷേട്ടാ? എന്റെ കാര്യത്തിന് എന്താ പ്രശ്നം? എന്റെ കാര്യത്തിന് ഒരു പ്രശ്നവും ഇല്ല. എനിക്കൊന്നും പ്രശ്നം തോന്നില്ല. എന്താ പ്രശ്നം? എന്റെ ഓരോ ആവശ്യത്തിനും ഒരു കമ്മല് വാങ്ങാനോ ഒരു പൊട്ട് വാങ്ങാനോ നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പൈസ കിടക്കണം? ഒരു 10 രൂപ ഒരു 5 രൂപയ്ക്ക് വേണ്ടിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പൈസ കിടക്കണ്ടേ? എന്നിട്ട് നിങ്ങൾ അതെനിക്ക് തരുവാ? അതിന് 100 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനെല്ലാം ഉത്തരം കൊടുക്കണം. ഉത്തരം കൊടുത്തു കഴിഞ്ഞാലോ മുഖം ഇത്രയാക്കി വെക്കും. ഒരു 100 രൂപയോ ഒരു 200 രൂപയോ ചോദിക്കുമ്പോഴത്തേക്കും അതും കണ്ട് മേടിക്കും. അത് മേടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് എനിക്കൊരു രാവിലെ ഒരു 100 രൂപ അയച്ചു തന്ന് നാളെ ഞാൻ ചോദിക്കുന്ന പ്രജീഷേട്ടാ ഒരു 100 കൂടി എന്ത് തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇന്നലെ ഇട്ടെന്ന 100ന്റെ അത്രയും കണക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഏൽപ്പിക്കണ്ടേ? എന്നാലല്ലേ നിങ്ങൾക്ക് നാളെ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ 100 തരുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊരു പാഡ് വാങ്ങണേ പോലും നിങ്ങളോട് ഞാൻ ഇറക്കണ്ടേ? അത് പോട്ടെ, എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സമ്മതിക്കുക? നിന്റെ കാര്യങ്ങളെല്ലാം നോക്കാനല്ലേ ഞാനെല്ലാം ചെയ്തു തരൂലേന്ന് ചോദിക്കും. എന്തേലും ആവശ്യത്തിന് പൈസ ചോദിക്കുമ്പോഴോ അനാവശ്യ ചെലവ്, നീ എന്നെ കടം വരുത്തി വെക്കുന്ന, ഉള്ള ചീത്ത ഒക്കെ കേൾക്കണം. ജോലിക്കും വിടൂല, ചീത്തയും കേൾക്കൂല, ആവശ്യങ്ങൾ നടക്കണം. അപ്പൊ എന്റെ അവസ്ഥ ഒന്നാലും നിങ്ങൾ ഈ ഒരു ദിവസമല്ലേ ഇത് അനുഭവിച്ചുള്ളൂ? ഞാനിത് എത്ര കൊല്ലായി അനുഭവിക്കുന്നു. പ്രജീഷേട്ടാ, ഇതാ ഇന്ന് ഞാൻ സാധനം വാങ്ങാൻ പോയിട്ടില്ലായിരുന്നു. ബില്ല് 2522 രൂപ. ബാക്കി ഞാൻ അക്കൗണ്ടിൽ ഇട്ടുതരാം. എന്താ ഞാനിപ്പോ കണക്കോടെ തരുന്നല്ലേ, ഇതിലെന്ത് തമാശയാക്കല? ഇന്നലെ ഞാൻ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോണ്ടല്ലേ ഇന്നെ ഈ ബില്ലും കൊണ്ടുവന്ന്. ഇതെപ്പം തരത്തില്ലേ? ബാക്കി അക്കൗണ്ടിൽ ഇട്ട് തരത്തില്ലേ? എന്റെ പൊന്നു ചിത്തു, നീ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ അത്ര കണ്ട് കാര്യങ്ങൾക്ക് ഒന്നും ചിന്തിച്ചിട്ട് പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാ. നീ അത് വിട്ടുകളാ. പിന്നെ നിന്നെ ഞാൻ ജോലിക്ക് വിടാണെന്ന് വെച്ചാല് എന്റെയും മോന്റെയും കാര്യങ്ങൾ നോക്കിയിട്ടില്ല നീ ഇവിടെ നിൽക്കുന്നേ. അപ്പൊ നിന്റെ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന പൈസന്റെ കാര്യങ്ങളും കണക്കൊന്നും ഇനി എന്നോട് പറയേണ്ട ആവശ്യമില്ല. അത് വിട്ടുകളാ, പോട്ടെ.